നമുക്കൊപ്പം രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, 29ാമത്തെ വർഷമാണ് ഇത്രയും കാലം രാഷ്ട്രീയമായി കെ സുധാകരനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ 29 വർഷക്കാലം ശ്രീ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുകയായിരുന്നു CPM. ഈ വധോദ്യമത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പ്രചരണങ്ങൾ CPM ഓരോ കാലഘട്ടത്തിലും നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റാണെന്ന് ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. CPMന്റെ ഒരു തെറ്റായ നടപടിയാണ് ഇത് എന്ന് ഇപ്പോൾ ജനങ്ങൾക്കും ബോധ്യപ്പെടുകയാണ്. ഈ കെ സുധാകരന് ഈ കേസിൽ പങ്കാളിത്തമില്ല, അദ്ദേഹത്തിന് ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമില്ല എന്നുള്ള കാര്യം ഇന്ന് ഇതോടുകൂടി ബോധ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ സത്യം എത്ര കാലം കഴിഞ്ഞാലും പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിധിയാണ്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിനെതിരായി ഉയർത്തിവിട്ട ഈ ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, ഈ കേസിലെ 1ഉം 2ഉം പ്രതികളെ പേട്ട ദിനേശനെയും വിക്രം ചാലിൽ ശശിയെയും ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും പിന്നീട് മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കെ സുധാകരൻ എത്തുമ്പോൾ അവിടെ കോടതി കണ്ടെത്തുന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്നാണ്. അത് പറഞ്ഞും രാഷ്ട്രീയമായി കെ സുധാകരനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വേട്ടയാടുന്നതാണ് നമ്മൾ കണ്ടത്. അതിനും ഒരു അറുതി വരികയല്ലേ? ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ഒരു മറുപടി പറയേണ്ട ഒരു രാഷ്ട്രീയ ബാധ്യതയില്ല? രാഷ്ട്രീയ നേതാവ് ഈ കേസിനകത്ത് പങ്കാളിയല്ല എന്ന് തെളിഞ്ഞതോടുകൂടി സത്യത്തിൽ CPM മാപ്പ് പറയേണ്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിനെ വെറുതെ വേട്ടയാടിയതിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ CPM മാപ്പ് പറയേണ്ട ഒരു അവസരമാണ്.